ഗുഡ് മോർണിംഗ് ചേച്ചി. ആ രമേശ് ചേട്ടന് ഇഷ്ടപ്പെട്ട അപ്പം മുട്ടക്കറിയാണല്ലോ. വെള്ളപ്പം പൊങ്ങിയിട്ടില്ലല്ലോ. ഉപ്പില്ല, മസാലയും ചേർത്തിട്ടില്ല. അരവിന്ദിന്റെ മോളെ ജീവനാണെന്നറിയാലോ. അവരുടെ വാക്ക് കേട്ട് എടുത്തു ചാടി മണ്ടത്തരം കാണിച്ചു. ഈ ഒരു പ്രാവശ്യം ഇവനോടൊന്ന് ക്ഷമിക്കുമോളെ. ക്ഷമിക്കാനോ? നടന്നതൊക്കെ മനസ്സിൽ കിടന്ന് നീറിക്കൊണ്ടിരിക്കുക. അതിന്റെ വേദന എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളോട് ഞാൻ ക്ഷമിക്കാനോ? മാഡം, പെട്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞു. തെറ്റാണ്. ആ തുണിക്കച്ചവടക്കാരുടെ അവന്റെ വാക്ക് ഞാൻ വിശ്വസിച്ചു. അത് അതിലും വലിയ തെറ്റ്. ആകാശം ചാരുവും അരവിന്ദിന്റെ ജീവിതം നേരെയാക്കാൻ നടക്കുന്ന പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളല്ലേ? അവരുടെ വാക്കുകൾ വിശ്വസിച്ചതിൽ തെറ്റൊന്നുമില്ല. മാഡം, വാക്കുകൾ കൊണ്ട് തന്നെ വേദനിപ്പിക്കരുത്. വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നത് ഞാനല്ല, നിങ്ങളാ. അരവിന്ദ് എന്നോട് പറഞ്ഞ ഓരോ വാക്കും ചെന്ന് കൊണ്ടത് എന്റെ ഹൃദയത്തിലാണ്. അരവിന്ദിനെ വിശ്വസിച്ച് കൂടെ വന്നില്ലേ ഞാൻ? എന്ത് പ്രശ്നം ഉണ്ടായാലും കൂടെ ഉണ്ടാവുന്ന വിശ്വസിച്ചല്ലേ അരവിന്ദിനെ ഞാൻ കല്യാണം കഴിച്ചത്. ഇപ്പോ നിങ്ങളെല്ലാരും ഒന്നായി, ഒരു കുടുംബക്കാര്. ഇല്ല മോളെ, അരവിന്ദ് മോളുടെ കൂടെ തന്നെയാ. ഇവനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് വേണോ മോള് മനസ്സിലാക്കാൻ? ഒരു ശുദ്ധനാ, പാവം. മനസ്സിൽ തോന്നുന്നത് പെട്ടെന്നങ്ങ് വിളിച്ചു പറയും. അതാ തുണിക്കച്ചവടക്കാരി മുതലെടുത്തു. അരവിന്ദിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അതെനിക്ക് നന്നായിട്ടറിയാം. ഇവനെ ശിക്ഷിക്കരുത്. സംഭവിച്ചതെല്ലാം മറന്ന് മോള് വീട്ടിലേക്ക് വാ. ഇല്ല, അത് മാത്രം നടക്കില്ല. മോളെ, ഞങ്ങൾക്ക് മാപ്പ് തരില്ലേ? രാജി, മോളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. മോളെ, അരവിന്ദ് ചെയ്തത് തെറ്റാണെന്ന് ഏറ്റുപറഞ്ഞില്ലേ? ക്ഷമിച്ചുകൂടെ നിനക്ക്? ഇല്ല മമ്മി, കണ്ടവരുടെ വാക്ക് കേട്ട് എടുത്തു ചാടുന്ന ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? ഇന്നലെ വഴക്കിട്ടു, ഇന്നതിന് മാപ്പ് പറഞ്ഞു. നാളെ വീണ്ടും വഴക്കിടില്ലെന്ന് എന്താ ഉറപ്പ്? പറ. മാഡം, ഇനി ഒരിക്കലും ഞാൻ വഴക്കുണ്ടാക്കില്ല. വഴക്കെന്നല്ല, മേഡത്തിന് മുമ്പില് ശബ്ദം ഉയർത്തി പോലും സംസാരിക്കില്ല. എന്നെ വിശ്വസിക്കും മാഡം, പ്ലീസ്. വിശ്വസിച്ച് ചതിക്കപ്പെട്ടത് ഞാനല്ലേ? നിങ്ങളുടെ വീട്ടുകാരുടെ മുമ്പില് നല്ല അന്തസ്സോടെ ജീവിച്ച് കാണിക്കാനാ ഞാൻ അരവിന്ദനെ കല്യാണം കഴിച്ചത്. അതുപോലും മനസ്സിലാക്കിയില്ലല്ലോ. എനിക്ക് തെറ്റുപറ്റിപ്പോയി മാഡം.
ഞാനതിന് 1000 വട്ടം മാപ്പ് ചോദിക്കാം. ഒരു പ്രാവശ്യം എനിക്ക് മാപ്പ് തരണം. മേഡത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഒരു തെറ്റും ചെയ്യില്ലെന്നും എനിക്കറിയാം. ഇനി ഒരിക്കലും ഞാൻ മേഡത്തെ സംശയിക്കില്ല. ഒരിക്കൽ സംശയം തോന്നിയാ പിന്നെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഓരോ കാര്യത്തിനും സംശയത്തോടെ ആയിരിക്കും എന്നെ നോക്കുന്നതും സംസാരിക്കുന്നതും. ജീവിതത്തിൽ പിന്നെ സന്തോഷം ഉണ്ടാവില്ല. പിന്നെ എന്തിനാ ഒരുമിച്ച് ജീവിച്ചിട്ട്? മേഡം, ഞാനൊരു തീരുമാനം എടുത്തു. ഇനി നമ്മൾ ഒരുമിച്ച് ജീവിക്കില്ല. ഡിവോഴ്സ് തരാന്ന് പറഞ്ഞില്ലേ? എനിക്ക് നിങ്ങളായിട്ട് തരണ്ട, ഞാനായിട്ട് തന്നെ തന്നേക്കാം. മേഡം അങ്ങനൊന്നും പറയല്ലേ പ്ലീസ്. താലി കെട്ടിയതുകൊണ്ട് ഭർത്താവായില്ല. താലിയുടെ വിശ്വാസം സ്വന്തം ഭാര്യയോടും കാണിക്കണം. അല്ലെങ്കിൽ താലി വെറും ഒരു കയറാം. അത് കഴുത്തി ചുമന്നുകൊണ്ട് നടക്കാൻ ഞാൻ തയ്യാറല്ല. ഇവളിതെന്തു ഭാവിച്ച ഈശ്വര? എന്തു പറ്റി കൗതി? നീ എന്താ അവിടെ വന്നിരിക്കുന്നത്? അതും തലയ്ക്ക് കൈ കൊടുത്തിട്ട്. തലവേദനയാ അക്കുച്ചേട്ടാ. ആണോ? ഞാൻ പോയി മരുന്നെടുത്തോണ്ട് വരാം. അക്കുച്ചേട്ടാ വേണ്ട, കുറച്ചേരം റെസ്റ്റ് എടുത്ത് മാറും. ചേച്ചി വിശക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ഇല്ല മോളെ, തലവേദന കാരണം ഞാനൊന്നും ഉണ്ടാക്കിയില്ല. അശോക ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് റെസ്റ്റേക്ക് അത് കഴിക്കേ. അയ്യേ, അശ്വതി ചേച്ചി ഉണ്ടാക്കിയതോ? എനിക്കെങ്ങും വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. അങ്ങനെ പറയല്ലേ അക്കുച്ചേട്ടാ, നമ്മുടെ അശോക ചേച്ചിയല്ലേ. അശ്വതി ചേച്ചിന്ന് നീയല്ലേ പറയുന്നത്? അവളുടെ ഇപ്പോഴത്തെ രീതിയും പെരുമാറ്റമൊന്നും ശരിയല്ല. ചേട്ടൻ പറഞ്ഞത് ശരിയാ. അങ്ങനെയൊന്നും പറയല്ലേ, അശോക ചേച്ചി ഒരു പാവ. നമ്മളെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ അത്രേ ഉള്ളൂ. ഇന്നൊരു ദിവസം രണ്ടുപേരും അശോക ചേച്ചി ഉണ്ടാക്കിയത് കഴിക്കും. ഞാനും കഴിക്കേണ്ടി വരുമോ? ചാരു എന്താ പറഞ്ഞേ? അച്ചുക്കുട്ടി ഉണ്ടാക്കിയത് കഴിക്കാനോ? അപ്പൊ ചാരു ഒന്നും ഉണ്ടാക്കിയില്ലേ? ഇല്ല, ഭയങ്കര തലവേദന. നല്ല വിശപ്പുള്ള സമയത്ത് തന്നെ തലവേദന വരണം. എന്റെ ഭാര്യ ഉണ്ടാക്കിയത് കഴിച്ച് വയറ് കേടാകുന്നതിലും ഭേദം പട്ടിണി കിടക്കുന്നതാ.